പല ഇലക്ഷൻ റിസൾട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെയൊന്ന് പ്രത്യേകിച്ച് തമിഴ്നാടുവിൽ വിജയ് ഉണ്ടാക്കിയെടുത്തൊരു മാസ് വേവ് ഉണ്ട്. മൂപ്പര് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 2024 പാർട്ടി രൂപീകരിക്കുക, 2026 100+ സീറ്റ്സ് ഉറപ്പാക്കുക. പല ലെസൺസും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഈ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പീപ്പിൾസ് ഫ്ലിപ്പ്, അതായത് പല ഘട്ടങ്ങളിലും പല ഫാക്ടേഴ്സും ഉപയോഗിച്ച് വിജയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ജനങ്ങൾ വിജയുടെ രാഷ്ട്രീയ വിജയത്തിന് ശേഷം അനുമോദനം അർപ്പിക്കുകയാണ്. ഐ എം ട്രൈയിങ് ടു സേ ദാറ്റ് ദിസ് ഈസ് ഹൗ പീപ്പിൾസ് മൈൻഡ് സെറ്റ് വർക്ക്സ്. അതായത് നിങ്ങൾ ഏതൊരു ദുർഘടം പിടിച്ച പാതയിലാണെങ്കിലും എത്രത്തോളം സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ പീപ്പിൾ വിൽ ഓൺലി ലുക്ക് അറ്റ് യുവർ റിസൾട്ട്. അതിനർത്ഥം എന്ത് തൊട്ടിത്തരം ചെയ്തിട്ട് വിജയിക്കുക എന്നല്ല. ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ദ പാത്ത് ബോത്ത് റിയലി മാറ്റേഴ്സ്. ബട്ട് ഇങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ മൂപ്പരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, കരൂരിലുണ്ടായിരുന്ന ദുരന്തം, അതേപോലെ ആക്ട്രസ് തൃശ്ശിയുമായിട്ടുള്ള വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള റിലേഷന്, ഇങ്ങനെ പല ഫാക്ടേഴ്സും ഉപയോഗിച്ച് അദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചെങ്കിലും വിജയിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ത്വര, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ റെസിലിയൻസ്, ആ ഒരു പെർസീവറൻസ്, അത് തീർത്തും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഗ്ലോറിഫൈ ചെയ്യല്ല, നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ ആരും മണ്ണിനോട് ഫാൻ ആക്കേ വേണ്ട. ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഹിസ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അദ്ദേഹത്തിൻ്റെ ഒരു കറേജ് പല സമയത്ത് നമുക്ക് ഇല്ലാതായി പോകുന്ന ഒന്നാണ്. അതുണ്ടെങ്കിൽ പല സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ കേരളത്തെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ VDS ജയിച്ചു, പിണറായി വിജയൻ തോറ്റു. ദിസ് ഈസ് പൊളിറ്റിക്സ്. വേലിക്ക് ഏറ്റവും വേലി ഇറക്കം തീർത്തും സ്വാഭാവികം മാത്രമാണ്. പിണറായി വിജയൻ സാറെ എതിർക്കാൻ പല റീസണുകൾ ഉണ്ടെങ്കിലും തീർച്ചയായും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വി ഹാവ് അതർ സെവറൽ റീസൺസ് ടു പ്രൈസ് ഹിം. വിജയത്തെ തുടർന്നുള്ള കളിയാക്കലുകളാകാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ആൻഡ് ലിമിറ്റഡ്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ദ റെസ്റ്റ് ഈസ് അപ് ടു യു. നിങ്ങളിപ്പോൾ വിജയിച്ച VDSനല്ലേ കണ്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഫ്രെയിം ഔട്ട് ഒരു VDS ഉണ്ടായിരുന്നു. ആ VDSൽ നിന്നും ഈ VDSലേക്കുള്ള യാത്ര, ദാറ്റ് വാസ് ഇൻ വെരി ഈസി മാൻ. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തോൽവിയെ എലിമിനേറ്റ് ചെയ്ത് വിജയത്തിൻ്റെ എല്ലാ പടവുകളെ അടക്കി വെച്ച് അനുയായികൾ ഒരു മാലയിൽ കോർത്തിണക്കിയ VDSന് വിജയമല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഓൾ ദോസ് ഹു വോൺ ആൻഡ് ദോസ് ഹു ലോസ്റ്റ്. തോറ്റവർ നിങ്ങൾ ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ആൻഡ് വിജയിച്ചവർ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പല പ്രോമിസും പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ നിങ്ങളും തുടരും. സോ ദാറ്റ്സ് ഓൾ.